നിരാശ എന്ന മാനസികാവസ്ഥ ജീവിതത്തിൽ നിന്നും ആർക്കും ഒഴിവാക്കുവാൻ ആകാത്തതാണ്. പക്ഷെ അതിനെ നാം അതിജീവിച്ചേ പറ്റൂ. ഇല്ലായെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കും. മാനസികമായി വലിയ തളർച്ച തന്ന് നമ്മെ അത് അസ്വസ്ഥമാക്കും. സന്തോഷമില്ലായ്മയും ഉള്ള സന്തോഷം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കം നിരാശയിലേക്ക് നമ്മെ കൊണ്ടുപോകും. പൊതുവായി നാം ആയിരിക്കുന്ന അവസ്ഥകൾക്ക് അധിഷ്ഠമായതായിരിക്കും അതല്ല. നിരാശ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവരും ആ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്തവരുമായ എത്രയോ പേർ ചരിത്രങ്ങളിലുണ്ട്. മാത്രമല്ല, ഇന്നും നമുക്ക് ചുറ്റും എത്രയോ പേർ അങ്ങനെ മരണത്തെ പുൽകുകയാണ്. ലോകത്തെ വിറപ്പിച്ച ഭരണാധികാരികളിൽ ഒരാളായ അഡോൾഫ് ഹിറ്റ്ലറും തൻ്റെ കാമുകി ഈവ ബ്രൗണും ബെർലിനിലെ സുരക്ഷാ അറയിൽ സൈനൈഡ് കഴിച്ചതിന് ശേഷം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഹിറ്റ്ലറുടെ മരണവാർത്ത അറിഞ്ഞ ഉടനെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഗീബൽസും ഭാര്യ മാൾഡയും ആത്മഹത്യ ചെയ്തു. ലോകപ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്ര വിദഗ്ധനും തത്വചിന്തകനുമായിരുന്ന അലൻ ടൂറിംഗ് 1954 വിഷം ചേർത്ത ആപ്പിൾ കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു. നെൽസൺ ബങ്കർ എന്ന അമേരിക്കക്കാരൻ 1970 ലോകസമ്പന്നരിൽ ഒന്നാമനായിരുന്നു. 70 അദ്ദേഹത്തിൻ്റെ ആസ്തി $1600 കോടി, 80 ഏക്കർ എണ്ണപ്പാടങ്ങൾ, 1000 പന്തയ കുതിരകൾ. എന്നാൽ 2014 ഒക്ടോബർ 14 മരണമടയുമ്പോൾ അദ്ദേഹം വെറും ഒരു ദരിദ്രനായി മാറി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണമോ ഒരു വൃദ്ധസദനത്തിലും ആയിരുന്നു എന്നുള്ളത് ഖേദകരമായ സംഭവമാണ്. അങ്ങനെ ഇനിയുമുണ്ട് ഒട്ടനേക എന്ന് നാം മറന്നു പോകരുത്. നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാനുള്ള മനസ്സിൻ്റെ കരുത്ത് നാം വർദ്ധിപ്പിക്കണം. നഷ്ടങ്ങൾ വേദനകൾക്ക് വേദിയാകാതെ നേടുവാനുള്ള ലക്ഷ്യബോധം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. സന്തോഷമെന്നത് ഏത് ചെറിയ കാര്യങ്ങളിലും ഉണ്ടെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക. അതിനായി മനസ്സിനെ ഒരുക്കിയെടുക്കുക. നിരാശ കൊണ്ട് നാളുകൾ നഷ്ടമാക്കാതെ പ്രത്യാശയുടെ സ്വപ്നങ്ങൾ ഉള്ളിൽ കണ്ടുകൊണ്ട് അതിൻ്റെ സാക്ഷാത്കാരത്തിനായി പ്രാർത്ഥനയോടെ നമുക്ക് പ്രയത്നിക്കാം. നിരാശ നമ്മെ എന്നേക്കുമായി മണ്ണിലമർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഇല്ലായ്മ ചെയ്യും. നമ്മുടെ ജീവനെ പോലും അതിശീഘ്രം അത് അവസാനിപ്പിച്ചു എന്ന് വരും. അതുകൊണ്ട് ഏറി വരുന്ന പ്രശ്നങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ദുഃഖങ്ങളുടെയും രോഗത്തിൻ്റെയും ഒക്കെ മുൻപിൽ നിരാശ ജീവിതത്തിൽ വരരുത്. ആ നിരാശ ജീവിതത്തിൽ വന്നാൽ നമ്മളെ കീഴ്മേൽ മറിക്കും എന്ന് ഓർക്കുക.